തുകിളി നിന്നോടെന്തോ കുഞ്ഞു കളിയോതും നേരം നിന്റെ കരളിൽ എന്റെ മുഖമോ മിന്നി മറയും. നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനായി ഈ ജന്മം മുഴുവൻ ഞാൻ കാതോർത്തിരിക്കും. വൈകാതെ വരില്ലേ നീ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? കല്യാണം മുടങ്ങിയ പെണ്ണിനോടുള്ള സഹതാപമായിരിക്കും. ആ സഹതാപം എനിക്ക് വേണ്ട. പക്ഷെ എന്റെ അച്ഛൻ വേദനിച്ച എനിക്ക് സഹിക്കില്ല. ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവതി. മോളെ, വീണനോട് ഞാൻ എന്ത് മറുപടിയാ പറയണ്ട മോളെ? മോളെ, എല്ലാം എന്നോടാണ് അവര് നിന്നെ ചോദിച്ചത്. എനിക്ക് മുൻപേ മനുവിനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവന് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവന് എന്താ ഒരു കുറവ്? ഗവൺമെന്റ് ജോലിയുണ്ട്, നല്ല സ്വഭാവം. പിന്നെ അവൻ നിന്നെ കിട്ടിയാൽ ഞങ്ങളുടെ കൺവെട്ടൽ തന്നെ നീ ഉണ്ടാവും. ഞങ്ങൾക്ക് വയസ്സാം കാലത്ത് നീ അടുത്തുണ്ടാവുമല്ലോ. വേറെ ആരെങ്കിലും കിട്ടിയാൽ അവൻ നിന്നെ ഇവിടെ നിർത്തുമോ? അച്ഛൻ എന്ത് തോന്നുന്നു? എന്റെയും അഭിപ്രായം അത് തന്നെയാ മോളെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെ വാക്കാൽ മനുവിന്റെയും ലച്ചുവിന്റെയും വിവാഹം ഉറപ്പിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ലച്ചുവിന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് വേണ്ടി എല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു അവൾ. പിന്നീട് മനുവിനെ കാണുമ്പോഴൊക്കെ അവൾ അകന്നു മാറി നടക്കുക പതിവായി. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിനുള്ള മറുപടി ഒന്നോ രണ്ടോ വാക്കിലൊതുക്കും. ആരാ? മനുവേട്ടൻ. വായിക്കുമായിരുന്നോ? എന്താടി നിന്റെ മിണ്ടാട്ടം പൊട്ടിപ്പോയോ? പണ്ട് നീ ഇങ്ങനെ നന്നായിരുന്നില്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടല്ലേ? ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നീ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മറ നടക്കുന്നത് എന്തിനാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പെണ്ണെ ഒരൊറ്റ ഇടി വെച്ച് തരും. എന്താന്ന് വെച്ചാ വാ തുറന്നു പറ. നിനക്ക് പണ്ട് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല ഞാൻ പോയി നിന്റെ അച്ഛനോട് പറയട്ടെ. അതോടെ പിന്നെ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയാലോ. അയ്യോ വേണ്ട. പിന്നെന്താന്ന് പറ. മനുവേട്ടൻ എന്തിനാ എന്നെ കേട്ടാ സമ്മതിച്ചേ? സഹതാപമാണോ? വേണുമാമ നിർബന്ധിച്ചോണ്ടല്ലേ മനുവേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേ? എനിക്ക് ആദ്യം സഹതാപം കൈപ്പറ്റുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതാണ് കാര്യം. നിന്നോട് സഹതാപം തോന്നിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? എനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഈ ആലോചന നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാർത്തിങ്കളെ നാണിച്ചു നീ ചാഞ്ഞോ വിൺപായയിൽ. ഈ കല്യാണവും നടക്കുമെന്ന് എന്താ ഉറപ്പ്? മനുവേട്ടനും ഊമക്കത്ത് കിട്ടിയാലോ? ആ കൂന്തൻ ആനന്ദിനെ പോലെ അല്ല മനുവിനെ ഒരു വാക്കേ ഉള്ളൂ. എന്താ ഇവിടെ ഒരു ചർച്ച? അല്ലമ്മേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത് ആർക്കാണെന്ന് അറിയാം നമുക്ക്. അത് കണക്ക് പഠിപ്പിക്കുന്ന മാഷുമാർക്കാണ്. അങ്ങനെ ആനന്ദിന്റെ ശത്രുക്കളാരോ അയാളുടെ കല്യാണം മുടക്കാൻ ചെയ്തതാ ആ കത്ത്. അതിനിവിടെ ഒരാള് ഇനിയും കത്ത് വരുമോന്ന് പേടിച്ചിരിക്കുക. അങ്ങനെ ആരെന്തു പറഞ്ഞാലും മനുവിന്റെ വാക്ക് മാറില്ലെന്ന് പറയുമായിരുന്നു. ഇത്രയും സ്നേഹം മനുവേട്ടൻ ഉണ്ടായിരുന്നു എന്നോട്. കുട്ടിക്കാലത്ത് ഞാൻ വഴക്കിട്ട് നടന്ന ആളെയല്ല മനുവേട്ടൻ. മനുവേട്ടൻ മരിച്ചു പോകാൻ പ്രാർത്ഥിച്ച് കാണിക്കവഞ്ചിയിൽ 1 രൂപ ഇട്ട 2ാം ക്ലാസ്സുകാരി ഇപ്പോ മനുവേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അല്ലേ? മുരളികയായി നീ ഉണരുമെൻ കനവുകളിൽ തരളമായി മധുരിതമായി പാടൂ.
ലച്ചു, നാട്ടുകാരൊക്കെ പറയുന്നത് മനുവേട്ടനും നീയും തമ്മിൽ അടുപ്പത്തിലായിരുന്നത് കൊണ്ടാ ആ കല്യാണം മുടങ്ങിപ്പോയെന്നാ. നാട്ടുകാർക്ക് എന്താ മാളോ പറയാൻ പറ്റാതെ. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എന്റെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിലെ ആ സന്തോഷം നീ കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ മനുവേട്ടൻ ദൈവമാണെന്ന് തോന്നിപ്പോവാ. മനുവേട്ടൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നെഞ്ചിൽ കനലും പേറി എത്ര നാളവർ നടക്കേണ്ടി വന്നേനെ. മനുവേട്ടനെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ ദിവസവും കാണാമല്ലോ. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ എനിക്കത് ചിന്തിക്കാനേ വയ്യ. ഇതൊക്കെ ഓർത്ത് വിഷമിക്കാനുള്ള ദിവസമാണോ ഒന്ന്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? പിന്നെ എന്റെ ഏട്ടനായ കൊണ്ട് പറയുകയല്ല, സ്നേഹിച്ച ചങ്ക പറിച്ചു തരുന്ന മുതലാ അത്. നീ ചേർത്ത് പിടിച്ചേക്കണേ. മാളു, ഞാൻ എന്റെ ചിന്തയിൽ പോലും ഞാൻ വിചാരിക്കാത്ത ഒരു കല്യാണമായി ഇപ്പോ നടന്നേ. മനുവേട്ടനുമായി എന്റെ തിരിച്ചറിവുള്ള പ്രായത്തോടെ വഴക്കായിരുന്നു. അടികൂടാത്ത ദിവസങ്ങളില്ല. ഇനി എങ്ങനെ എന്താ എനിക്ക് ഫേസ് ചെയ്യാൻ തന്നെ മടിയായിട്ട് വയ്യ. നീ അതോർത്ത് വിഷമിക്കണ്ട. അതൊക്കെ മനുവേട്ടന് വിട്ടുകൊടുത്തോളൂ കേട്ടോ. കിണ്ടിച്ചോണ്ട് നിൽക്കാണ്ട് പോവാൻ നോക്ക് വേണേ. വാവേ, പേടിക്കാതെ വാ, ഇവിടെ ഇരിക്കേ. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ മനുവേട്ടനെ. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ മനുവേട്ടനെ പറ്റി ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ. എന്ന് കേട്ടോ, നീ ഇപ്പോൾ എന്റെ പെണ്ണ. മറ്റാർക്കും അവകാശമില്ലാത്ത, എനിക്ക് മാത്രം അവകാശപ്പെട്ട എന്റെ പെണ്ണ, എന്റെ ഭാര്യ. കേട്ടോടി തീപ്പെട്ടിക്കൊള്ളി. മനുവേട്ട വേണ്ട. വാവേ, ഞാനൊന്ന് തൊട്ടോട്ടെ നിന്നെ. മഴ നനവേൽക്കും പൂക്കളായി മിഴീണ എറിയണ നോക്കുകൾ, മടിയിലുറങ്ങും രാവിലോ തൂവൽ മഞ്ഞൊഴിഞ്ഞു നമ്മെ. ചേരുന്നോ ജീവനേ നെഞ്ചിൽ നെഞ്ചലിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയും മുൻപേ എല്ലാവരും ചോദിക്കുന്ന അന്താരാഷ്ട്ര ചോദ്യം അവരുടെ നേർക്ക് ഉയർന്നു. വിശേഷമൊന്നും ആയില്ലേ? എന്താ നിങ്ങളുടെ പ്ലാൻ? ഇപ്പൊ കുട്ടികളൊന്നും വേണ്ടെന്നാണോ? അവൾക്ക് ഇനിയും പഠിക്കണം എന്നാ. നീ പഠിച്ചോ, വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ മോളെ. നീ പ്രസവിച്ചു തന്നാ മതി, ഞാൻ വളർത്തിക്കോളാം. ഈ ശ്യാമളമ്മയുടെ ഒരു കാര്യം. മനുവേട്ടാ, മാളൂനും വിശേഷായി. നമ്മുടെ കാര്യം നമുക്കിപ്പോ എന്ത് പറ്റി? എല്ലാവരും ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. ചിലപ്പോ ഞാൻ ആലോചിക്കാറുണ്ട്, ആ ഉമ്മക്കത്തി പറഞ്ഞ പോലെ എനിക്കിനി കുഞ്ഞുങ്ങളും ഉണ്ടായില്ലെങ്കിലും എന്ന്. എന്റെ ഭാര്യയെ, എല്ലാം അതിന്റെ സമയത്ത് നടക്കും. ആ സമയം വരുമ്പോ ദൈവം ഒരു കൊച്ചു മനുവിനെ നമുക്കും തരും. വാവേ, നീ എന്റെ ഷർട്ട് കണ്ടായിരുന്നോ? വാവേ, നീ ഒന്ന് ഇങ്ങോട്ട് വായോ. അമ്മേ, വാവേ കണ്ടായിരുന്നോ? വാവേ, എന്റെ കീ കണ്ടോ? ഈ മനുവേട്ടന്റെ ഒരു കാര്യം, കൊച്ചുകുട്ടികളെ പോലെ എന്തിനും ഏതിനും വാവേ വാവേന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എന്നോട് എന്ത് സ്നേഹമാ. ആനന്ദമായുള്ള കല്യാണം നടക്കാതിരുന്നത് എത്ര നന്നായെന്ന് എനിക്കിപ്പോ തോന്നി പോവാ.
എടി തീപ്പെട്ടിക്കൊള്ളി വേഗം റെഡിയാകും. ഓ ഒരൊതുക്കം ഐശ്വര്യ അന്ന് വിചാരം. മനുവേട്ട, മനുവേട്ടന്റെ പഴയ സ്വഭാവം ഇപ്പോഴും മാറ്റാറായിട്ടില്ലല്ലേ? ഏത് സ്വഭാവം? എന്നെ കാണുമ്പോ ഈ ചൊറിയാൻ വരുന്ന ആ സ്വഭാവം. ഓ അല്ലെങ്കിലും നിനക്ക് എന്നെ പണ്ടേ ഇഷ്ടമല്ലല്ലോ. മനുവേട്ട, ഇങ്ങോട്ട് നോക്ക്. പണ്ടേ അല്ല, പണ്ട് ഇഷ്ടമല്ലായിരുന്നു സത്യ. പക്ഷെ ഇപ്പോ ഒരുപാട് ഇഷ്ടമാ. ശ്യാമളാമേ, മനുവേട്ടൻ പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കായിരുന്നില്ലേ? അതൊക്കെ എന്തേ? ആ അതെല്ലാം കല്യാണമായപ്പോൾ അവനെടുത്ത് മാളുവിന്റെ അലമാരയെ കൊണ്ട് വെച്ചു. എന്താ മോളെ? വെറുതെ ഇരുന്നപ്പോ ബോറടിച്ചു. ചുമ്മാ വായിക്കാലോന്ന് ഓർത്ത. ഷോ, ഈ അലമാര പൂട്ടിയിരിക്കുവാണല്ലോ. ഇനി ഇതിന്റെ താക്കോൽ എവിടെ പോയി തപ്പും? ആ, ഞങ്ങളുടെ അലമാരയുടെ മുകളിൽ ഒരു താക്കോൽ ഇരിപ്പുണ്ടല്ലോ. ഇനി അതേ അലമാരയുടെ ആവോ? ആ, എന്തായാലും ഒന്ന് ശ്രമിക്കാം. ഹായ്, തുറന്നു. നിറയെ പുസ്തകങ്ങൾ. ഇതെന്താ? പോസ്റ്റ് കവറാണല്ലോ. എനിക്ക് വന്നതോ? ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? കവർ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതെനിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണല്ലോ. ടൗണിലെ സ്കൂളിൽ 2 മാസം മുന്നേ നടന്ന ഇന്റർവ്യൂന്റെ. ഷോ, ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും കഴിഞ്ഞല്ലോ. ഇത്ര നാളുകൊണ്ടൊരു ജോലിക്ക് ശ്രമിക്കുന്നു. എന്താ ഇത് എന്റെ കയ്യിൽ തരാതെ ഒളിപ്പിച്ചു വെച്ചത്? മാനുവേട്ടന്റെ പണിയായിരിക്കും. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതാരുടെ ഡയറി? ഹായ്, നല്ല ഭംഗിയുള്ള താളുകൾ. ഈ താളുകൾ, അതേ പേപ്പർ. ഊമക്കത്ത് വന്ന അതേ പേപ്പർ. എന്റെയും ആനന്ദേട്ടന്റെ കല്യാണം മുടക്കിയ അതേ പേപ്പർ. ഏപ്രിൽ 10 ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഈ ഡയറിയിൽ ഏപ്രിൽ 10ന്റെ പേജില്ല. അപ്പോ മനുവേട്ടൻ എന്നെ ചതിക്കുമായിരുന്നു. എന്താടി, എന്ത് പറ്റി? എന്താ കിടക്കുന്നേ? സുഖല്ലേ? എന്താ ഇതെന്ന്? എന്താടാ? അമ്മ ഇത് കണ്ടോ? എനിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. ഇയാളത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും കഴിഞ്ഞു. ശരിയാണോടാ? അത് പിന്നെ അത് സിറ്റിയിലെ സ്കൂളിൽ നിന്നുള്ളതാ. അവൾ അത്രയും ദൂരം പോയി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ പോയിക്കോട്ടെ. ഇപ്പൊ അത്രയും ദൂരെ പോയി നിന്ന് ചോദിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അവള് പറഞ്ഞാൽ കേക്കില്ല. പണ്ടേ വാശിക്ക് മുന്നിലല്ലേ. അവൾ വിചാരിക്കും പോലെ എല്ലാം നടക്കണം. അതുകൊണ്ടാ ഞാനത് ഒളിപ്പിച്ചു വെച്ചത്. എന്റെ ആനന്ദേട്ടനെ കല്യാണം മുടക്കിയ ഊമക്കത്ത് നിങ്ങളല്ലേ എഴുതിയേ? ചെയ്തത്